ഷവോമിയുടെ MI11 ലൈറ്റ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പൊതുവേ ഷവോമിയുടെ ഫോണുകളിൽ വെയിറ്റും തിക്നെസ്സും ടോപ്പായിട്ടുള്ളൊരു പ്രയോറിറ്റി ആയിട്ട് വരാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വെയിറ്റും തിക്നെസ്സും ഒക്കെ ടോപ്പായിട്ടുള്ളൊരു പ്രയോറിറ്റി ആയിട്ട് തന്നെ വരുന്ന ഒരു ഫോണാണ് MI11 ലൈറ്റ് എന്ന ഫോൺ. ഈ ഒരു ഫോണിൻ്റെ 4G വെർഷനാണ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് MI11 ലൈറ്റ് എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം വെയിറ്റും തിക്നെസ്സും തന്നെയാണ്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 157 ഗ്രാമാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ വെയിറ്റ് അത്യാവശ്യം നല്ലോണം കുറവാണ്. ഇപ്പം 6 ഇഞ്ചിൻ്റെ മുകളിൽ സ്ക്രീൻ സൈസുമായിട്ട് വരുന്ന ഫോണുകളിൽ ഏറ്റവും വെയിറ്റ് കുറഞ്ഞൊരു ഫോണായിരിക്കും MI11 ലൈറ്റ് എന്ന ഫോൺ. അതുപോലെ തന്നെയാണ് തിക്നെസ്സിൻ്റെ കാര്യവും വരുന്നത്. തിക്നെസ് വരുന്നത് 6.8 mm ആണ്. ഇപ്പോൾ ഉള്ളതിൽ വൺ ഓഫ് ദി തിന്നസ്റ്റ് ഫോൺ എന്നൊക്കെ തന്നെ പറയാവുന്ന ഒരു ഫോണാണ് MI11 ലൈറ്റ് എന്ന ഫോൺ. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ഈ ഒരു വെയിറ്റും തിക്നെസ്സും തന്നെയാണ്. പിന്നെ പോസിറ്റീവായിട്ട് പറയേണ്ട മറ്റൊരു കാര്യം ഡിസ്പ്ലേ ആണ്. ഇതിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൽ ഫ്ലാറ്റ് ഫ്ലെക്സിബിൾ OLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഡിസ്പ്ലേയിൽ HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് ഇതിൽ 1.07 ബില്യൺ കളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കളർ അക്യുറേറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഫോണിൽ വരിക. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 800 നിറ്റ്സ് ആണ്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 360 ആംബിയൻ ലൈറ്റ് സെൻസർ വരുന്നുണ്ട്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. അമോലെഡ് ഡിസ്പ്ലേ ഉണ്ടെങ്കിലും ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഫോണിൽ മാഗ്നീഷ്യം അലോയ് മിഡ് ഫ്രെയിമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫോണിൻ്റെ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാഗ്നീഷ്യം അലോയ് മിഡ് ഫ്രെയിം ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ IP53 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോൺ ചെറിയ രീതിയിലൊക്കെ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ പോസിറ്റീവായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഒന്ന് വെയിറ്റും തിക്നെസ്സും പിന്നെ ഡിസ്പ്ലേയുമാണ്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഇത് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. പക്ഷേ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതേ ഒരു പ്രോസസ്സർ തന്നെയാണ് റെഡ്മി നോട്ട് 10 Pro, റെഡ്മി നോട്ട് 10 Pro Max, പോക്കോ X3, മോട്ടോ G40 ഫ്യൂഷൻ, അതുപോലെ മോട്ടോ G60 ഇതുപോലുള്ള ഫോണുകളിലൊക്കെ വരുന്നത്. ഈ പറഞ്ഞ ഫോണുകളുടെ ഒക്കെ വില വരുന്നത് 20,000 രൂപയ്ക്ക് താഴെയാണ്. പിന്നെ ഈ പറഞ്ഞതിൽ 1-2 ഫോണുകളുടെ വില വരുന്നത് 15,000 രൂപയ്ക്ക് താഴെയാണ്. അപ്പോൾ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സർ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്ന് വിചാരിച്ചിട്ട് ഇത് മോശം പ്രോസസ്സർ എന്നല്ല, അത്യാവശ്യം തരക്കേടില്ലാത്ത പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോസസ്സറിൽ നമുക്ക് ലഭിക്കും. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല, 4G സപ്പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ബേസ് വേരിയൻറ്റിൽ 6GB RAM 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. പിന്നെ 8GB RAM 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ഈ ഫോണിൽ LPDDR4Xൻ്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറസ് ഓഡിയോ വയർലെസ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.79 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സാംസങ്ങിൻ്റെ സെൻസറാണ്. പിന്നെ ഈ ഫോണിൽ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 5 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ടെലി മാക്രോ ലെൻസാണ് വരുന്നത്. ഈ ഫോണിൽ 23 ഡയറക്ടർ മോഡ്, അതുപോലെ തന്നെ വ്ളോഗ് മോഡ്, ഇതുപോലെ ചില ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 4250 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ഇത് വളരെ മികച്ചൊരു ബാറ്ററി ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെയിറ്റും തിക്നെസ്സും ഇത്രയും കുറഞ്ഞിട്ടും ഈ ഫോണിൽ 4250 mAhൻ്റെ ബാറ്ററി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഒരു നെഗറ്റീവായിട്ട് വരുന്നൊരു കാര്യം, ഇതിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ചിലപ്പം ഈ ഒരു ഫോണിൻ്റെ വെയിറ്റും തിക്നെസ്സും ഒക്കെ വളരെ കുറവായതുകൊണ്ടായിരിക്കണം 3.5 mm ഓഡിയോ ജാക്ക് കൊടുക്കാത്തത്. പിന്നെ നിങ്ങളൊരു ഫോൺ സെലക്ട് ചെയ്യുമ്പോൾ വെയിറ്റും തിക്നെസ്സും ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ 3.5 mm ഓഡിയോ ജാക്ക് എന്നുള്ള ഫീച്ചർ സാക്രിഫൈസ് ചെയ്യുമോ
അതല്ല വെയിറ്റും തിക്നെസ്സും കുറച്ചൊന്ന് കൂടിയാലും കുഴപ്പമില്ല 3.5 ഓഡിയോ ജാക്ക് വേണം എന്നാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു കാര്യത്തിൽ വെയിറ്റും തിക്നെസ്സും കുറച്ചൊന്ന് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, 3.5 ഓഡിയോ ജാക്ക് വേണം. പിന്നെ ഈ ഫോണിലെ ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള MIUI 12 സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. പിന്നെ വേറൊരു ചെറിയ നെഗറ്റീവായിട്ട് വരുന്നത് ഷവോമിയുടെ തന്നെ ഫോണുകൾ ഈ ഒരു ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്നുണ്ട്. റെഡ്മി നോട്ട് 10 പ്രോ, റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ഇതുപോലുള്ള ഫോണുകളൊക്കെ ആ ഒരു ഫോണുകളിലും AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്, കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഫോക്കസ് അതൊന്നുമല്ല, ഈ ഒരു ഫോണിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് തിക്നെസ്സും വെയിറ്റും ആണ്. ആ ഒരു കാര്യം കൂടി ഓർക്കണം. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 6GB റാം വെർഷൻ്റെ വില വരുന്നത് 21,999 രൂപയാണ്. 8GB റാം വെർഷൻ്റെ വില വരുന്നത് 23,999 രൂപയാണ്. പിന്നെ ഫസ്റ്റ് സെയിലിൽ 1,500 രൂപയുടെ ഓഫ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HDFCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു 1,500 രൂപയുടെ ഓഫും ലഭിക്കും. ജൂൺ 25 മുതലാണ് ഈ ഫോണിൻ്റെ പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 28-നാണ്. പിന്നെ സാധാരണ പോലെയല്ല ആമസോണിലല്ല ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്, ഫ്ലിപ്കാർട്ടിലാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ mi.com-ലും ഈ ഫോണിൻ്റെ സെയിൽ നടക്കും. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് അത്യാവശ്യം നല്ല വെയിറ്റ് കുറഞ്ഞ അതുപോലെ തന്നെ തിക്നെസ് കുറഞ്ഞൊരു ഫോണാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഓപ്ഷൻസ് ഇപ്പോൾ ഉള്ളത് ഓഫ്ലൈൻ മാർക്കറ്റിലാണ്. പക്ഷേ ഓഫ്ലൈൻ മാർക്കറ്റിലോട്ട് നമ്മൾ പോകുമ്പം നമുക്ക് മികച്ചൊരു സ്പെസിഫിക്കേഷൻ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. ആ ഒരു സ്ഥാനത്തോട്ടാണ് Mi 11 Lite എന്ന ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിൽ തരക്കേടില്ലാത്ത സ്പെസിഫിക്കേഷനും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ വെയിറ്റും തിക്നെസ്സും അത്യാവശ്യം കുറവാണ്. അപ്പോൾ അതുപോലുള്ള ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് Mi 11 Lite എന്ന ഫോൺ വരുന്നത്. എന്തായാലും Mi 11 Liteൽ ചില നല്ല ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷനാണ് ഈ ഫോണിൽ വരുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും വെയിറ്റും തിക്നെസ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആയവർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ്